ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അവധിക്കാലം ആരംഭിച്ചു. 2 മാസത്തെ സമ്മർ വെക്കേഷൻ. സാൻഡ് ബോക്സ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് ടൈമിലാണ് നമ്മളുള്ളത്. നോമ്പിന്റെ അവസാനത്തെ 15 ദിവസം ഒരു ടെക്സ്റ്റൈൽസുകാരന് എത്ര പ്രാധാന്യമുള്ളതാണോ, അവധിക്കാലം കല്യാണ ഇവന്റുകൾ നടക്കുന്ന ഒരു ഓഡിറ്റോറിയംകാരന് എത്ര പ്രാധാന്യമുള്ളതാണോ, വിഷുവിന്റെ സമയം പടക്ക കച്ചവടക്കാരന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ, ഓണത്തിന്റെ തൊട്ടു മുൻപുള്ള നാള് പൂക്കച്ചവടക്കാരന്റെ ബിസിനസ്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ, അതുപോലെ ഒരർത്ഥത്തിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയി സാൻഡ്ബോക്സ് പ്രൊമോട്ടേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് സമ്മർ വെക്കേഷൻ. നേരത്തെ പറഞ്ഞത് മുഴുവൻ ഫെസ്റ്റിവൽ ആണ് എങ്കിൽ ആ ഫെസ്റ്റിവലിനെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് ഒരനിവാര്യമായ ഓപ്ഷൻ മാത്രമാണ്. എന്നാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു എമർജൻസി പ്രോഡക്റ്റ് ആണ്. ഈ സമയത്ത് അവർക്ക് വേണ്ടി മികച്ച കോഴ്സുകൾ, മികച്ച സ്ഥാപനങ്ങൾ, മികച്ച സംവിധാനങ്ങൾ, മികച്ച അറേഞ്ച്മെന്റുകൾ, അത് ഏതൊരു രക്ഷിതാവിന്റെയും സ്വപ്നവും പ്ലാനിങ്ങിന്റെയും ഭാഗമാണ്. അടുത്ത ജൂൺ മുതൽ എങ്ങനെ, എവിടെ എന്ന ചിന്തയും ചോദ്യവും ഇപ്പോൾ തന്നെ അവരുടെ മനസ്സിനകത്തും കുടുംബ സദസ്സുകളിലെ ചർച്ചകളിലും സജീവമാണ്. ആ ഒരു കാര്യം എല്ലാവരും ഫോക്കസ് ചെയ്യുക എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ള, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് പീരീഡ്, മാക്സിമം ഹോട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സമയത്താണ് നമ്മളുള്ളത്. ആ സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ 3 സെക്കൻഡ് ലേറ്റ് ആയാൽ ഒരുപക്ഷെ 3 മണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വരും. കറക്റ്റ്? ആരാണോ ആദ്യം അതിനെ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ആ അവസരം ലഭ്യമാകൂ. നമ്മൾ പലരോടും നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. പല ബിസിനസ്സിന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അവരെ നമ്മൾ മാർജിനലൈസ് ചെയ്തു. അവരൊന്നും ഇതിൽ അസോസിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല, താല്പര്യമുണ്ടാവില്ല, അവർക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. 6 മാസം കഴിഞ്ഞപ്പോ അവർ നമ്മൾ അസോസിയേറ്റ് ചെയ്ത അതേ കമ്പനിയിൽ നമ്മളെക്കാൾ മികച്ച റാങ്കിലേക്ക് അവർ വന്നത് നമ്മുടെ പലരുടെയും ലൈഫ് എക്സ്പീരിയൻസിൽ ഇന്നലകളിൽ ഒരുപക്ഷെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ ആദ്യ സമയത്ത് നേടിയെടുക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിന് മുൻപ് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. നോമ്പിന്റെ അവസാനവും പെരുന്നാളിന്റെ സമയവുമൊക്കെ പല രീതിയിൽ കമ്മ്യൂണിറ്റി എൻഗേജ്ഡ് ആയിരുന്നു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ട്യൂഷൻ സെന്ററുകൾ ആരംഭിച്ചു. 10th-ന്റെയും +2-ന്റെയും സീരിയസ് ആയ കോച്ചിങ് പ്രോഗ്രാമുകൾ ആരംഭിച്ചു. ക്രാഷ് കോഴ്സുകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റി 10th and +2 എല്ലാ അർത്ഥത്തിലും വളരെയധികം സീരിയസ് ആയ സമയത്താണ് ഉള്ളത്. പ്രത്യേകിച്ച് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന, എസ്പെഷ്യലി മാത്സിൽ ക്രൈസിസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായ മാത്സിന്റെ എന്ത് പ്രോഗ്രാം ഉണ്ട്, അവരുടെ മാത്സിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ എന്ത് സൊല്യൂഷൻ ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിന്റെ ഫോൺ കോളുകൾ അധ്യാപകരിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക്, സ്കൂളിലേക്ക് ഒക്കെ വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രൊമോട്ടർ ആണ് എന്ന് നമ്മൾ അറിയുന്നവരെ അറിയിക്കുക എന്നതാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആദ്യത്തെ ഓപ്ഷൻ. നമ്മളോട് തന്നെ ചോദിക്കുക, ഏപ്രിൽ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ മാത്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മളുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ള ആരെയെങ്കിലും നമ്മൾ അറിയിച്ചോ? നമ്മുടെ സ്റ്റാറ്റസിലൂടെ അത് അറിയിക്കാൻ നമുക്ക് സാധിച്ചോ? നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്സിന്റെ പ്രോബ്ലങ്ങൾ
ഇനി പ്രോബ്ലങ്ങളല്ല, സൊല്യൂഷൻസ് മാത്രം എന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ തന്ന ഫ്ലയറുകൾ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടോ? നമ്മളിത് പ്രൊമോട്ട് ചെയ്തോ? നമ്മുടെ അടുക്കൽ ഇത്തരം ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അറിയിക്കുവാനുള്ള സ്പേസിനെ ഉപയോഗപ്പെടുത്തുകയും നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക മാത്രമാണ് അവർ നമ്മളുമായി കണക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളെ അറിയുന്നവർ ഈ പ്രോബ്ലം അഭിമുഖീകരിക്കുന്നവരുണ്ടാവാം. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ടാവാം. പക്ഷേ നമ്മൾ അതിന്റെ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് എന്ന് മാത്രം അവർ അറിഞ്ഞിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല. അതറിയിക്കണമെങ്കിൽ നമ്മൾ അത്തരം ഒരു പ്ലാറ്റ്ഫോമിന്റെ അസോസിയേറ്റ് ആണ് എന്ന് അറിയിക്കുവാനുള്ള ശ്രമമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ് ആണ്. എന്താണ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്? നമ്മൾ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ പരിചയപ്പെട്ടു. അവിചാരിതമായി പരിചയപ്പെട്ടതാണ് ഏറെയും കൂടുതൽ. അവിചാരിതമായി പരിചയപ്പെടലിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചത്? നമുക്കൊരു ഫോൺ കോണ്ടാക്ട് കിട്ടി. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ കോണ്ടാക്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു പേരും ഒരു നാടും കാണുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ആരാണ് നമുക്ക് ഓർമ്മയില്ല. യെസ് ഓർ നോ? ചില ആളുകൾ നമ്മളെ വിളിക്കുന്നു, അവരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു പേരിൽ. അവരുമായി നമ്മൾ സംസാരിക്കുന്നു. കുറെ നേരം സംസാരിച്ചപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്, ഓ, ഇത് ഇന്ന വ്യക്തിയാണ്. ഇന്ന സ്പേസിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ടവനാണ്. കാരണം എന്തേ? ഇന്റൻഷനലി നമുക്കൊരിക്കലും അവരെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പരിചയപ്പെട്ടതല്ല. നമ്മുടെ ലൈഫുമായി കണക്ട് ആവുന്ന ഒരു സാഹചര്യവും അസോസിയേറ്റ് ചെയ്യാൻ അവരുമായി നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു പ്ലെയിൻ കോണ്ടാക്ട് സ്വീകരിച്ചു എന്നതല്ലാണ്ട് അതുമായി റിലേറ്റ് ആകുന്ന ഒന്നിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഫോൺ കോണ്ടാക്ട് എടുത്തു നോക്കിയാൽ അത്തരമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഫോൺ നമ്പറിൽ ഉണ്ടാകും. ചിലർ സാധാരണ പറയാറുണ്ട്, 1000 ആളുകളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, 1000 രൂപ കടം ചോദിക്കാൻ പറ്റിയ ഒറ്റയൊന്നും ഈ 1000-ൽ ഇല്ല എന്നുള്ളത്. നമ്മളുടെ കോണ്ടാക്റ്റിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ് നമ്മളുമായി കണക്ട് ചെയ്തത്? കുറെ ആളുകളുടെ മൊബൈലിൽ 300 മുതൽ 3000 വരെ, 30,000 വരെ, 1,10,10,000 കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടു. ആ 1,10,10,000 ആളുകളുടെ നമ്പർ അദ്ദേഹത്തിന്റെ ഫോണിൽ പേരെഴുതി സേവ് ആണ്. ഹലോ, എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തു? ദാറ്റ് ഈസ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. എന്താണ് ഇന്റൻഷൻ? ആ ഇന്റൻഷനെ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗോളുമായിട്ടാണ്. ഞാൻ പരിചയപ്പെടേണ്ടത് ഏത് വിഭാഗം ആളുകളെയാണ്, ഏതൊരു കാറ്റഗറിയാണ് എനിക്ക് ആവശ്യമുള്ളത്? ആ കാറ്റഗറി കമ്മ്യൂണിറ്റി എവിടെയാണ് ഉണ്ടാവുക? അവരെയാണ് ഞാൻ പരിചയപ്പെടേണ്ടത്. ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് വെർത്തായി മാറുന്ന, എനിക്ക് കൂടുതൽ സൊല്യൂഷൻ ക്രിയേറ്റ് ആകുന്ന, എന്റെ ലൈഫിൽ കൂടുതൽ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ആവുന്ന, അത് പല ടാർഗറ്റുകൾ ഉണ്ടാവാം. എന്റർടൈൻമെന്റിനുള്ള അച്ചീവ്മെന്റ് ആവാം, ലൈഫിന്റെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള അച്ചീവ്മെന്റ് ആവാം, ലൈഫിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അച്ചീവ്മെന്റ് ആവാം, പല കാരണങ്ങളാവാം. പക്ഷേ ഇവിടെ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ് ആണ് ഞാൻ എന്റെ ലൈഫിന്റെ ഒരു സ്ട്രാറ്റജിയായി ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ എത്തൂ. പഴയ കാലത്ത് ബിസിനസ് എന്ന് പറഞ്ഞാലും റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാലും ആരുടെ കയ്യിലാണോ, കൃത്യമായി മനസ്സിലാക്കുക 3 പോയിന്റ്. പഴയ കാലത്ത് ബിസിനസ് എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ സോഷ്യൽ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാലും ആരുടെ കയ്യിലാണോ കൂടുതൽ പണമുള്ളത് എന്നതായിരുന്നു മാനദണ്ഡം. ആം ഐ കറക്റ്റ്? കാലം കുറെ കഴിഞ്ഞപ്പോ ആ ഫൈനാൻഷ്യൽ റെപ്യൂട്ടേഷനെക്കാളും എഡ്യൂക്കേഷണൽ റെപ്യൂട്ടേഷന് വാല്യൂ വന്നു. ആരാണോ സൊസൈറ്റിയിൽ ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ആരാണ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അക്കാദമിക്കലി പെർഫോം ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അവർക്കായിരുന്നു വലിയ റെപ്യൂട്ടേഷൻ. കാലം പിന്നെയും മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ആർക്കാണോ കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. ഒന്നാമത്തേത്, ആർക്കാണ് കൂടുതൽ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. രണ്ടാമത്തേത്, ആർക്കാണ് കൂടുതൽ അക്കാദമിക് ക്യാപിറ്റൽ ഉള്ളത്. മൂന്നാമത്തേത്, ഇന്നത്തെ കാലത്ത് ആർക്കാണ് കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. എന്താ സോഷ്യൽ ക്യാപിറ്റൽ? നമ്മളൊരു കാര്യം പറഞ്ഞാൽ എത്ര പേർ അത് കേൾക്കാനുണ്ട്? നമ്മളൊരു അനൗൺസ്മെന്റ് നടത്തിയാൽ എത്ര പേരിലേക്ക് അത് എത്തുന്നുണ്ട്?
നമ്മളൊരു വീഡിയോ ചെയ്താൽ എത്ര ആളുകൾ അത് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾക്ക് വിത്തിൻ 24 hours ഈസിയായി അത് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ബിസിനസ് ലോകത്തെ ഫോർച്യൂൺ ഓണേഴ്സ് മുഴുവൻ അവർ അവരുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അവരെല്ലാം അക്കാദമിക്കലി എഡ്യൂക്കേറ്റഡലി വലിയ റേഞ്ചിലുള്ള ആളുകളല്ല, അപൂർവം. എന്നാൽ അവരെല്ലാവരും ഒരേ സമയം ശ്രമിക്കുന്നത് അവരുടെ സോഷ്യൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനാണ്. എന്താണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ? ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ബിസിനസ്സുകാരനായ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ വലിയ ഇവന്റുകൾ, പുതിയ ലോഞ്ചിങ്ങുകൾ ഒരിക്കലും ഒരു ബ്രാൻഡ് അംബാസഡേഴ്സിനെ വച്ച് ചെയ്യുന്നില്ല. നേരിട്ട് അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നു, അത് അനൗൺസ് ചെയ്യുന്നു, കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ മെസ്സേജ് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഇലോൺ മാസ്കിനെ കേട്ടത് അദ്ദേഹത്തെ നേരിട്ടിട്ടല്ല, അദ്ദേഹം ഒരു ഇവന്റ് നടത്തിയിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടത് അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്തിട്ടല്ല. അദ്ദേഹം ത്രൂ വൈറൽ മാർക്കറ്റിംഗ് സിസ്റ്റം അദ്ദേഹം ജനറേറ്റ് ചെയ്തു. മറ്റുള്ളവർ അത് ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു, മറ്റുള്ളവർ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക്, പുതിയ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? അദ്ദേഹത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലാണ് അദ്ദേഹം ഇൻക്രീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ മുഴുവൻ ചെയ്യുന്നത്, അത് രത്തൻ ടാറ്റയായിരുന്നാലും ഏതു റേഞ്ചിൽ നിൽക്കുന്ന, ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഷെയർ ചെയ്തൊരു വീഡിയോസ് ആണ് മൈ 3 ലൈഫ് ലെസൺസ്. മുകേഷ് അംബാനിയുടെ ഒരു വീഡിയോ ഉണ്ട്, എന്റെ ജീവിതത്തിലെ 3 പാഠങ്ങൾ. ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് 3 പാഠങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്യുന്നു. എന്തിനാണ് ഇവർ സോഷ്യൽ ക്യാപിറ്റലിലേക്ക് വരുന്നത്? ഇന്നത്തെ വർത്ത് വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ എത്ര പേർ അറിയും, എത്ര ആളുകളിലേക്ക് ഈസിയായി നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നതാണ്. പഴയ കാലത്ത് ചരിത്രം സൃഷ്ടിച്ച ഒരുപാട് മഹർഷിമാര്, കുലപതിമാര്, പല രീതിയിൽ റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തവർ. എന്തായിരുന്നു അവരുടെ റവല്യൂഷൻ? അവരുടെ ഫിസിക്കൽ പ്രസന്റ് എത്തിയെടുത്തു മാത്രമായിരുന്നു. അവരുടെ ഫിസിക്കൽ പ്രസന്റ്, ഗാന്ധിജി ഇത്ര വലിയ സമരനായകനും നേതാവുമായി ഓർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരായുസിൽ അദ്ദേഹം ഒരുപാട് ഇടങ്ങളിൽ ഫിസിക്കലി അദ്ദേഹം അപ്പിയർ ചെയ്തു എന്നത് മാത്രമാണ്. ഇന്ന് നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസിന്റെ ആവശ്യമില്ല. നമ്മൾ ലോകത്ത് എവിടെ നിന്നാണ് എങ്കിലും ഇന്റർനെറ്റ് റവല്യൂഷനിലൂടെ ലോകത്ത് എവിടെയുള്ളവരിലേക്കും നമുക്ക് എത്താൻ കഴിയും. അതാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ റെപ്യൂട്ടഡ് ആവാൻ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? അത് നേരിട്ടോ അല്ലാതെയോ നമ്മിലേക്ക് ബിസിനസ് ജനറേറ്റ് ആവാനുള്ള സാഹചര്യമുണ്ട്. എന്നെ ഒരാൾ 4 ദിവസം മുൻപ് വിളിച്ചു, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന വ്യക്തി നമ്പർ തന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയാം. നമ്പർ കൊടുത്ത വ്യക്തി, ആ വ്യക്തിക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? കൗൺസിലേഴ്സിന്റെയും ട്രെയിനേഴ്സിന്റെയും ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ സ്ഥിരമായ വീഡിയോകളും മെസ്സേജുകളും അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ഈ വ്യക്തി അന്വേഷിച്ച ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്റെ പക്കലുണ്ട് എന്ന് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയ ആ വ്യക്തിക്ക് ഓർമ്മയായപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ നിന്ന് എന്റെ നമ്പർ എടുത്ത് ഈ സൊല്യൂഷൻ അന്വേഷിച്ച വ്യക്തിക്ക് കൊടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചു, ഞാനത് കണക്ട് ചെയ്ത് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, വാട്ട് ഈസ് അവർ ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്? നമ്മുടെ ഇവിടുത്തെ ഫോക്കസ് എന്റർടൈൻമെന്റോ റിലേഷൻഷിപ്പോ ഒന്നുമല്ല, ബിസിനസ് ആണ്. ബിസിനസ്സിൽ എന്റെ നെറ്റ്വർക്കിംഗ് കൂടാൻ വേണ്ടി ഇന്റൻഷനലി, എന്താ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല്, ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് എന്തൊരു സ്ട്രാറ്റജിയാണ് അതിനു വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇന്റൻഷണൽ. എന്താണ് നമ്മുടെ ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്? നമ്മൾ ആരെയാണ് അറിഞ്ഞുകൊണ്ട് കണക്ട് ആവാൻ ശ്രമിക്കുന്നത്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതാണ്. ആരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തു കണക്ട് ആവാൻ ശ്രമിക്കുന്നത്, അതിന് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്, അതാണ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. അതിനാദ്യം വേണ്ടത് നമുക്ക് ബിസിനസ് ഗോളാണ്. എനിക്ക് എത്ര പേരെയാണ് കണക്ട് ചെയ്യേണ്ടത്, അത് എന്റെ നിലവിലുള്ള കോണ്ടാക്റ്റിൽ എത്ര പേരുണ്ട്, ബാക്കി ഞാൻ എവിടെ നിന്നു കണ്ടെത്തണം. ട്രഡീഷണൽ ഡയറക്ടർ സെറ്റിംഗിൽ സാധാരണ പറയാറുണ്ടായിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അവരെ ഫോക്കസ് ചെയ്യുക എന്നതാണ്. കാലമേറെ മാറി. കാരണം നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഒരുപക്ഷെ നമ്മളുമായി പെട്ടെന്ന് അസോസിയേറ്റ് ആവണമെന്നില്ല. കാരണം അവർക്ക് നമ്മുടെ ഇന്നലകൾ അറിയാം. ഹലോ, അവർക്ക് നമ്മുടെ ഇന്നലകൾ അറിയാം. ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്
ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഫെയിലിയർ ആയിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവരുടെ ന്യൂറോ സിസ്റ്റത്തിൽ നമ്മളെ കണക്ട് ചെയ്തു വെച്ചത്. അതുകൊണ്ട് ഇവൻ വരുന്നത് അടുത്ത ഉഡായിപ്പുമായിട്ടാണ് എന്നാണ് അവരുടെ മനസ്സിൽ ഒരു പക്ഷേ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിങ്സ്, ഇമോഷൻസ്. അവിടെയാണ് നമ്മൾ നോൺ ടു അൺനോൺ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. നോൺ ടു അൺനോൺ കസ്റ്റമേഴ്സ്, നമ്മൾ അറിയുന്നവരും നമ്മളെ അറിയുന്നവരുമല്ല, നമ്മൾ അറിയാത്തവരും നമ്മളെ അറിയാത്തവരുമായ ഒരു കസ്റ്റമേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അവരെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അവർ നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അങ്ങനെയായിരുന്നു പണ്ട്, ഇന്നതല്ല. അവർ നമ്മുടെ സ്ക്രീനകത്തുണ്ട്. ഹലോ, അവർ നമ്മുടെ സ്ക്രീനകത്തുണ്ട്. അവർ നമ്മളെ കാണാൻ വേണ്ടി തേടി നടക്കുകയാണ്. പക്ഷേ നമ്മൾ അവരിലേക്ക് എത്താൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എങ്ങനെ നമുക്ക് അവരിലേക്ക് എത്താൻ വേണ്ടി പറ്റും? ഒരു ഇന്നലെ കാസർഗോഡ് നിന്ന് വിളിച്ച ബിസിനസ് കൺസൾട്ടിങ്ങിന്റെ ഭാഗമായി ഒരാൾ നേരത്തെ വാട്സാപ്പിൽ സംസാരിച്ചിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ഇരിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി 10:30 മണിക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ബിസിനസ്? എന്റെ ബിസിനസ് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ആണ്. എന്താണ്? ഹെയർ ഓയിൽ ആണ്. ഓക്കെ, വേറെ ആരാണുള്ളത്? വേറെ ഒരു പാർട്ണർ ഉണ്ട് എന്റെ കൂടെ. ഞാൻ ചോദിച്ചു, ഹെയർ ഓയില് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഇന്റൻഷൻ നെറ്റ്വർക്കിംഗിലേക്ക് വരാൻ വേണ്ടിയാണ് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് അതിന് റെപ്യൂട്ടേഷൻ വേണം. കാരണം ഹെയർ ഓയിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ട്രഡീഷണലി ആയുർവേദിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്. ഇവരാണ് പലപ്പോഴും ഇതിന്റെ ഓണേഴ്സ്. അവർക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എന്റെ പാർട്ണർ ഒരു ഡോക്ടറാണ്, അദ്ദേഹം ട്രഡീഷണലി ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാളാണ്. യെസ്, ഓക്കെ, കറക്റ്റ്. ആ ഭാഗം ക്ലിയർ ആയി. ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്? അതുകൊണ്ട് ടാർഗറ്റ് കസ്റ്റമേഴ്സ് മുടിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയർ ഫോൾ ഒക്കെ ഉള്ള ടീം ആളുകളാണ്. ഓക്കെ, അവരെ കണ്ടെത്താൻ നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാണ് നിങ്ങളെ കാണുന്നത് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു കൊടുത്തു. ഹെയർ ഫിക്സിങ്ങിന്റെ പ്രീമിയം കമ്പനികളുണ്ട്. കേരള ബേസ്ഡ് 6 പ്രീമിയം കമ്പനികൾ. ഹലോ, ഹെയർ ഫിക്സിങ്ങിന്റെ 6 പ്രീമിയം കമ്പനികൾ. അവർ കൊടുക്കുന്ന ആഡിനു താഴെ എൻക്വയറി ഇടുന്ന ആളുകളുണ്ട്. ഒരുപാട് മെസ്സേജുകൾ ഇടുന്ന ആളുകൾ. അവർ ഈ ഹെയർ ഓയിലുകാരന്റെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ്. യെസ് ഓർ നോ? കാരണം ഹെയർ ഫിക്സിങ്ങിന്റെ സിസ്റ്റം മനസ്സിലാക്കി അതൊരു സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കിയാൽ ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് പോകും. അവർ കൂടുതൽ എൻക്വയറി ഇട്ടിട്ട് ഇതിന്റെ പേയ്മെന്റ് മോഡ് എനിക്ക് വർക്ക്ഔട്ട് ആവോ എന്ന് അന്വേഷിക്കില്ല. അന്വേഷിക്കണമെങ്കിൽ അവൻ ഇതിൽ താല്പര്യവുമുണ്ട്, എന്നാൽ ഹെയർ ഫിക്സേഷന് അവന്റെ കയ്യിൽ കാശുമില്ല. അവരുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ് ആരുടെ? ഹെയർ ഓയിൽ കമ്പനിയുടെ. ഇസ് കറക്റ്റ്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി. ഹൂ ഈസ് അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ്? ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഇന്റൻഷനലി നമ്മളുമായി നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ അവരെ നെറ്റ്വർക്കിങ്ങിന് ബിസിനസ് നെറ്റ്വർക്കിംഗ് അല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്കിംഗ് ആണ്, ഒരു വാല്യൂ നെറ്റ്വർക്കിംഗ് ആണ്. നിങ്ങൾ LIC ഏജൻസുമാരുടെ കൾച്ചർ നോക്കൊണ്ടു. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട്, എന്താണോ പ്രസന്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ അവർ നമ്മളുമായി കണക്ട് ചെയ്യും. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്തൊരു വ്യക്തി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ട്രെയിനിന്റെ പുറത്ത് ട്രെയിൻ വരുന്ന പുറത്ത് കുറെ ആളുകൾ നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നോട്ട് ചെയ്യൂ, അദ്ദേഹം എന്നെയും നോക്കി, വേറെ ആളുകളൊക്കെ നോക്കി. ചെന്ന് കഴിഞ്ഞ ഉടനെ ഒരു സീറ്റ് കിട്ടി, അവിടെ ഇരുന്നു. അപ്പൊ അദ്ദേഹം വെറുതെ തിരക്കുന്ന ആളുകൾ, എല്ലാവർക്കും ഉള്ള സീറ്റ് ഇവിടെ ഉണ്ട്. ഹലോ, അദ്ദേഹം തിരക്കിയത് തന്നെയാണ്. വെറുതെ തിരക്കുന്ന ആളുകൾ, എല്ലാവർക്കും ഉള്ള സീറ്റ് ഇവിടെ ഉണ്ട്. അതെന്തിനാ പറയുന്നത്? ഒരു സിറ്റുവേഷനുമായി അദ്ദേഹം ഈസിയായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നോക്കി, ഒന്നും പ്രതികരിച്ചില്ല, മിണ്ടാണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഹലോ, അവിടുത്തെ വിഷയം ട്രെയിനിലെ തിരക്കോ ചൂടോ ഇടക്കാല മഴയോ ഒന്നുമല്ല. എന്നിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണം. മൂന്നാമത്തെ ചോദ്യം, എവിടെ നിന്ന് വരുന്നു, എന്തു ചെയ്യുന്നു? ഓക്കെ, ഇതാണ് എന്റെ പരിപാടി. യെസ്, നെക്സ്റ്റ്. അപ്പൊ പിന്നെ എന്ത് വേണം? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കണം. ഞാൻ ചോദിച്ചില്ല. അദ്ദേഹത്തിന് മറുപടി, ഞാനൊരു LIC ഏജന്റ് ആണ്. ഹലോ,
അപ്പൊ ഇതുവരെ നടന്ന കമ്മ്യൂണിക്കേഷന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്തായിരുന്നു? നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നറിയാനാണ്. അല്ലെങ്കിൽ എനിക്കൊരു പോളിസി തരാനുള്ള പ്രൊവിഷൻ നിങ്ങളുടെ മുൻപിലുണ്ടോ എന്നറിയാനാണ്. ദാറ്റ് ഈസ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. നമ്മൾ കാണുന്ന മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളെ അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മൾ അവരെ പരിചയപ്പെടുന്നതിന് പകരം നമുക്ക് ഏത് ടാർഗറ്റ് ഉള്ള ആളുകളെയാണ് വേണ്ടത്, അവരെ നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഓപ്ഷൻസ് എന്തായിരിക്കും? നമ്മൾ ഒരാളെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. അദ്ദേഹം ഇടുന്ന എല്ലാ വീഡിയോസിനും നമ്മൾ അദ്ദേഹത്തിന് ഫസ്റ്റ് തന്നെ ലൈക്ക് കൊടുക്കും. സ്വാഭാവികമായും അദ്ദേഹം അത് നോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കറക്റ്റ്? നമുക്ക് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ പേഴ്സണലായി പിന്നീട് മെസ്സേജ് ചെയ്യാം. അത് അദ്ദേഹം റീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്? ഒരു എക്സാമ്പിൾ പറയുന്നു. എം.എ. യൂസുഫ് അലിയുടെ കൂടെ ദുബായിലെ അദ്ദേഹത്തിന്റെ ലുലു മാളിലും ദുബായ് മുഹൈസിനയിലെ ലുലു വില്ലേജ്, അതാണ് അവിടെയുള്ള ഏറ്റവും വലിയൊരു അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ലുലു വില്ലേജ്. അവിടെ അദ്ദേഹത്തിന്റെ ഈ ലുലു വില്ലേജിനകത്ത് തന്റെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ സാധ്യമാകുന്നില്ല. 2 3 മിനിറ്റിന്റെ മീറ്റിംഗ് കൊണ്ട് അദ്ദേഹത്തിന് ഇത് റിസൾട്ട് ആക്കാൻ പറ്റില്ല. അദ്ദേഹം ആലോചിച്ചു എന്തു ചെയ്യണം? ഓക്കെ, ഒരു സൊല്യൂഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ടിക്കറ്റിംഗ് ചെയ്യുന്ന ടീമിനെ കണ്ടെത്തി. യൂസുഫ് അലിക്ക് വേണ്ടി ടിക്കറ്റിംഗ് ചെയ്യുന്ന ടീമിനെ കണ്ടെത്തി. അദ്ദേഹത്തിന് ചില കൈമടക്ക് കൊടുത്ത് സെറ്റാക്കി. എന്നിട്ട് അദ്ദേഹത്തിന് അടിക്കുന്ന ടിക്കറ്റിംഗ് ഏതാണോ, ഏത് ദിവസമായാലും ഏത് ഫ്ലൈറ്റ് ആയാലും അതിന്റെ തൊട്ടടുത്തുള്ള സീറ്റ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ടിക്കറ്റിംഗ് ചെയ്യുക. ഹലോ, ബിസിനസ് ക്ലാസ്സിൽ എനിക്ക് വേണ്ടി അവിടെ ടിക്കറ്റിംഗ് ചെയ്യുക. അങ്ങനെ അങ്ങ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യൂസുഫ് അലിയുടെ കൂടെ ഒരുമിച്ചിരിക്കാനുള്ള അവസരം കിട്ടി. അപ്രതീക്ഷിതം എന്നതുപോലെ എക്സൈറ്റിങ്ങോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നേരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ലുലു വില്ലേജിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് നെക്സ്റ്റ് മന്തിൽ അവിടെ ലോഞ്ച് ചെയ്യുന്നു. ഹലോ, ദാറ്റ് ഈസ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. നമുക്ക് ആരെയാണ് വേണ്ടത്, അവരെവിടെയാണ് ഉള്ളത്, അവരെ എങ്ങനെയാണ് നമ്മളുമായി കണക്ട് ചെയ്യുക, അതിനുള്ള അവസരവും അതിനുള്ള പ്ലാനിങ്ങും ഉണ്ട് എങ്കിൽ ഇത് 1 2 ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ സാധ്യമാകുന്നില്ല. ഇത് ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനായി നമ്മൾ സ്വീകരിച്ചാൽ ഒരു 6 മാസം കൊണ്ട് നമ്മിലേക്ക് എത്തേണ്ട ഒരു വർത്തി കമ്മ്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. കോഴിക്കോട് അടുത്ത മാസം നടക്കുന്ന ഒരു വലിയ ഇവന്റ്, ആ ഇവന്റ് അസോസിയേറ്റ് ചെയ്യുന്ന, ആ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത അതിനാവശ്യമുള്ള ഏതൊരു ടീമിനെയും ഈസി ആക്സസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നത് മാത്രമാണ്. ഹലോ, ഈസി ആക്സസ് ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം ഉപയോഗപ്പെടുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി എവിടെ നിന്ന് കിട്ടി? ഫ്രം ഹിസ് പ്രീവിയസ് ലൈഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്നലകളിൽ നിന്ന് നാളത്തേക്ക് ആവശ്യമുള്ള എന്തൊരു കോണ്ടാക്റ്റിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? ഒരുപാട് എണ്ണം ഉണ്ട്. ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാടെണ്ണം. ഹലോ, ഒരു കോമൺ കമന്റ് ആണ്, ഞാൻ മാത്രമാണ് പറയുന്നത്, നമ്മുടെ പേഴ്സണൽ ഇന്റൻഷനല്ല. കുറെ കോണ്ടാക്റ്റുകൾ ഉണ്ട്, പക്ഷെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ ഒന്നുമില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും സമൃദ്ധിയും സാധാരണ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയിൽ പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറി നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന 5 പേരിൽ ഏറ്റവും ഹൈ മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരിക്കലും നിങ്ങളാവരുത്. ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് 4 ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ 5 പേരുടെ ഒരു ടീമാണ്. ആ ടീമിൽ ഏറ്റവും ടോപ്പ് ലെവൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരിക്കലും നിങ്ങളാവാൻ പാടില്ല. അങ്ങനെ അയാളുടെ വിഷയം എന്താ? ബാക്കിയുള്ള 4 ആളുകളിൽ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരാൾ നിങ്ങൾക്കില്ലാതെ പോകും. ഹലോ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെക്കാൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളുമായി അസോസിയേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയരൂ, നമ്മൾ വളരൂ. അല്ല എങ്കിലോ, ഓ, നിന്റെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റിയത് വലിയ ബെനിഫിറ്റായി എന്ന് ഇടയ്ക്കിടെ അവർ പറയും. അവർക്കത് വൃത്തിയായി മാറും. നമുക്കൊരിക്കലും അത് വൃത്തിയായി മാറണമെന്നില്ല. നമുക്ക് വൃത്തിയാവണമെങ്കിൽ നമ്മളെക്കാൾ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡും പോസിറ്റീവായ സർക്കിളും ഒക്കെ ഉള്ളവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ കഴിയൂ.
ഒരു പുതിയ റിച്ച്നെസ് വേൾഡിന്റെ ഭാഗമാവാൻ നമുക്ക് കഴിയൂ. ഇന്റൻഷനിലുള്ള ഈ നെറ്റ്വർക്കിംഗ് ഞാൻ അതിനു വേണ്ടി ചെയ്തത് 3 ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ മെമ്പറായി എന്നുള്ളതാണ്. നമുക്ക് പല സ്പേസ് ഉണ്ട്, പല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പല കാറ്റഗറി ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കാണുന്നത്? ഫോർ എക്സാമ്പിൾ, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ടാർഗറ്റ് ട്രെയിനേഴ്സിന്റെ പേഴ്സണൽ മെന്റർഷിപ്പ് ആയിരുന്നു. ഞാൻ അങ്ങനെയുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് ചെയ്ത 60-ലധികം ട്രെയിനേഴ്സ് ഉണ്ട്. ട്രെയിനേഴ്സിന്റെ എത്രയോ ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം ഹിറ്റാണ്. അപ്പൊ എന്റെ ഫോക്കസ് അവരായിരുന്നത് കൊണ്ട് ട്രെയിനേഴ്സിന്റെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അവിടെ ഞാൻ ലൈവായി, അവിടെ ഞാൻ വിസിബിളായി, അവിടെ ഞാൻ ചില സപ്പോർട്ടിംഗ് പ്രോജക്റ്റുകൾ ചെയ്തു. അവർക്ക് എന്റെ വെർത്ത് മനസ്സിലായി, അവർക്ക് എന്റെ പ്രൊഡക്ടിവിറ്റി മനസ്സിലായി. എനിക്ക് അസോസിയേറ്റ് ചെയ്യേണ്ടവരെ ഞാൻ അതിൽ നിന്ന് ഈസിയായി ഹയർ ചെയ്തെടുത്തു. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് അവർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്? നമുക്ക് വേണ്ടവർ ആരാണ്? ആ വേണ്ടവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അവർ നമ്മുടെ കോണ്ടാക്റ്റിൽ ഉള്ളവരല്ല എങ്കിൽ അവരെ നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരണം. അവരെ നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ പല രീതിയിൽ നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. ഐൻസ്റ്റീന്റെ പ്രസിദ്ധനായ ഒരു ബിസിനസ് പാർട്ണർ ഉണ്ട്. ആ ബിസിനസ് പാർട്ണർ മറ്റൊരു നാട്ടുകാരനാണ്. ഐൻസ്റ്റീനെ കുറിച്ച് ഒരുപാട് കേട്ടതാണ്, ഒരുപാട് പഠിച്ചതാണ്. ഐൻസ്റ്റീന്റെ പ്രത്യേകത, അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ബിസിനസ് പ്രോജക്റ്റുകൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഈ വ്യക്തി ഐൻസ്റ്റീനെ കുറിച്ച് അറിഞ്ഞു, കുറെ കാര്യങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. നാട് വിട്ട് ഐൻസ്റ്റീനെ കാണാൻ വേണ്ടി പോയി. എന്താ ടാർഗറ്റ്? ഐൻസ്റ്റീന്റെ ബിസിനസ് പാർട്ണറായി മാറുക. പക്ഷേ അവിടെ ചെന്ന് ദീർഘമായ യാത്രകൾ നടന്ന് മുഷിഞ്ഞ വേഷത്തിൽ അവിടെ എത്തി. കാത്തിരുന്നു കാണാൻ വേണ്ടി, കണ്ടു, ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം റിജക്റ്റ് ചെയ്തു, തള്ളി, ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ടീമുമായ കുറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് ഒരുപാട് ദിവസം അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തു, ഫോളോ ചെയ്തു. വേണ്ട, എന്നെ നിങ്ങൾ ബിസിനസ് പാർട്ണർ ആക്കണ്ട. എന്റെ ടാർഗറ്റ് നിങ്ങളുടെ ഫാമിംഗ് പരിശോധിക്കുന്നയാളായിട്ടാണ്. നിങ്ങളുടെ ഫാമിംഗ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 8 വർഷം അദ്ദേഹം ഐൻസ്റ്റീന്റെ ഫാമിംഗ് കെയർ ആയിട്ട് നിന്നു. അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് പ്രോജക്റ്റ് വന്നു. 2 വർഷം നിരന്തരമായ സ്ട്രാറ്റജി ഡീവിയേഷൻ നടത്തി, പക്ഷെ എല്ലാം പൊട്ടിപ്പോയി. ആ പ്രൊജക്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഓൾറെഡി നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, എന്നെ ഇതിന്റെ വർക്കിംഗ് പാർട്ണർ ആക്കാമോ? എങ്കിൽ ഞാനത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റിത്തരാം. ഐൻസ്റ്റീനും ടീമും ചിരിച്ചു. ഇവിടെ ഫാമിംഗ് നടത്തുന്ന നിങ്ങളാണോ? ഞങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കാത്ത ഈ പ്രൊജക്ട് വിജയിപ്പിക്കുന്നത്? 8 വർഷം ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇത് വിജയിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ഫാമിംഗ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ കാലമല്ല. ഇന്ന് 8 വർഷം നമുക്ക് അതിനു വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. അതൊരു പഴയ കാലത്തിന്റെ കഥയാണ്. അങ്ങനെ ഐൻസ്റ്റീന്റെ ഈ പ്രോജക്റ്റിൽ ഇദ്ദേഹം വർക്കിംഗ് പാർട്ണറായി അസോസിയേറ്റ് ചെയ്തു. 8 മാസം കൊണ്ട് അദ്ദേഹം ഈ പ്രോജക്റ്റിനെ മനോഹരമായി വിജയിപ്പിച്ചെടുത്തു. പിന്നീട് 32 ബിസിനസ്സുകളിൽ അദ്ദേഹം ഐൻസ്റ്റീന്റെ ബിസിനസ് പാർട്ണറായി മാറി. ഹലോ, ദാറ്റ് ഈസ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. ഹൂ ഈസ് അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ്? ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് ഏതു ടൈപ്പ് ആളുകളെയാണ്? അവരെ എങ്ങനെയാണ് നമുക്ക് കണക്ട് ആവുക? നമുക്കൊരു പക്ഷെ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയുമായി കണക്ഷൻ ഉണ്ടായിരിക്കില്ല, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുമായി ലിങ്ക് ഉണ്ടായിരിക്കില്ല. പക്ഷെ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ ലിങ്ക് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വളരെ ഈസിയായി നമുക്ക് അവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു വ്യക്തി ആരാണ്? ആ വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക? ഈ അടുത്ത് ഏറ്റെടുത്ത ഒരു കൺസൾട്ടിങ് പ്രോജക്റ്റ്, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇന്റൻഷൻ മാർക്കറ്റിംഗിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത് പ്രൊജക്ട് ഏറ്റെടുത്ത ഒരു ബിസിനസ് കൺസൾട്ടൻസി, അത് കിച്ചൺ ഐറ്റംസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, മാനുഫാക്ചറിങ് ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. അവരുടെ പൊസിഷനിങ്ങിന് ഏറ്റവും നല്ല പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഡിസ്കഷൻ നടത്തി. അവസാനം നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ലേഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വെറൈറ്റി ആയ ഫുഡ് ഉണ്ടാക്കി തന്റെ ചാനലുകൾ സ്ഥിരമായി അത് അപ്പ് ചെയ്യുന്ന 20 വീട്ടമ്മമാരുടെ ചാനലുകളെ നമ്മൾ ഫോക്കസ് ചെയ്തു. അവരെ ടാർഗറ്റ് ചെയ്തു, അവർക്ക് പണം കൊടുത്തു. അവരിലൂടെ ഇത് മുഴുവൻ മലയാളി വീട്ടമ്മമാരിലേക്കും എത്തിക്കുവാനുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു.
യെസ്. നമുക്ക് വേണ്ട ടാർഗറ്റ് കസ്റ്റമേഴ്സ് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ടാവണം, കയ്യിലേക്ക് എത്തണം എന്നുള്ളത് ഒരിക്കലും സാധ്യമായതല്ല. പക്ഷേ അവർ അവരാരുടെ കൈവശമാണോ ഉള്ളത് അവരെ നമ്മൾ കണക്ട് ചെയ്യുക എന്നതും ഏറ്റവും നല്ല ഒരു പ്രൊഫഷനാണ്. ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. ആരാണോ നമുക്ക് വേണ്ടത് അവരാരുമായി അസോസിയേറ്റഡ് ആണ്. അവരെ നമുക്ക് എങ്ങനെ കൈപ്പറ്റാം, അവരെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. അതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ട്രാറ്റജി, നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ്. ആ ഓപ്ഷൻസിനെയാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അത്തരം ഒരു ആഡ് ഓണിന്റെ പ്ലാൻ, ഒരു വർക്ക്ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് എന്റെ വർക്ക്ഷീറ്റ്? എന്റെ ടാർഗറ്റ് ആരാണ്? നെറ്റ്വർക്കേഴ്സ് ആണോ? സ്റ്റുഡൻസ് ആണോ? ടീച്ചേഴ്സ് ആണോ? പബ്ലിക് ആണോ? ഹൗസ് വൈഫുമാരാണോ? ഹൂ ഈസ് മൈ ടാർഗറ്റ് കസ്റ്റമേഴ്സ്? അവരിലേക്ക് ഞാൻ ഈസിയായി എങ്ങനെ എത്താം? ഞാൻ അറിയാത്ത ഒരു വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് എത്തിപ്പെടാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? എങ്ങനെയാണ് ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുക? ആ കടന്നു ചെല്ലാനുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഷെഡ്യൂൾ ചെയ്യുക. ഏപ്രിൽ മാസം എനിക്ക് അത്തരത്തിലുള്ള എത്ര ആളുകളുമായി മീറ്റ് ചെയ്യണം? എത്ര ആളുകളുമായി കണക്ട് ചെയ്യണം? എത്ര ആളുകളുമായി നമ്മൾ അസോസിയേറ്റ് ആവണം? ഈ അസോസിയേറ്റ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്. യെസ്. ഈ പ്ലാറ്റ്ഫോമിലുള്ള ബിജുശ്രീ എന്നെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്ന് വയനാട് വെച്ചാണ് കണ്ടത്. ഒരു 3 വർഷം മുൻപാണ് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം അവിടുന്ന് തന്നെ എന്റെ നമ്പർ വാങ്ങി വിളിച്ചു. ഞാൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ പോയി സംസാരിച്ച ട്രെയിനിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഞാൻ ആ സംസാരത്തിനിടയിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോജക്റ്റിലേക്ക് വലിയ ഒരു സപ്പോർട്ട് നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന രീതിയിൽ എക്സൈറ്റ്മെന്റ് നൽകി എന്നെ ഫോണിൽ സംസാരിച്ചു. സ്വാഭാവികമായും ഞാനത് നോട്ട് ചെയ്യും. കാരണം നിലവിൽ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് എന്നെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു, അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നതാണ് ആ സംസാരം കേൾക്കുമ്പം എനിക്ക് ലഭിക്കുന്ന ഇന്റൻഷൻ. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അതൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിലേക്ക് എന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നല്ലത് എന്താണ്? നമ്മളൊരു മീനിന് തീറ്റ കൊടുക്കുന്നത് ആ മീന് വളരാൻ വേണ്ടിയിട്ടല്ല. ഹലോ. ആ മീന് വളരാൻ വേണ്ടിയിട്ടല്ല. ആ മീനിനെ തീറ്റ കാണിച്ച് നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ഇന്റൻഷണൽ നെറ്റ്വർക്കിംഗ്. ആരാണ് നമുക്ക് വേണ്ടത്? അവരെവിടെയാണ് ഉള്ളത്? അവിടെ നമ്മൾ ഉണ്ടാവുക. ആരെയാണ് നമുക്ക് വേണ്ടത്? അവരാരുടെ കൈവശമാണോ ഉള്ളത്? അവരിലേക്ക് നമ്മൾ ചെല്ലുക. അതിന് നമ്മൾ ഒരു മന്ത്ലി ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക. എനിക്ക് ഈ വർഷം വേണ്ട ഇന്റൻഷണൽ നെറ്റ്വർക്കിങ്ങിന് വേണ്ട കപ്പാസിറ്റി എന്താണ്? ഞാൻ അറിയുന്ന ഒരു പയ്യൻ, 21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, 10ലധികം ബിസിനസ്സിൽ അവൻ അസോസിയേറ്റഡ്. എങ്ങനെ അസോസിയേറ്റ് ആയി? 14 വയസ്സ് മുതൽ അവന്റെ ടാർഗറ്റ് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഇവന്റുകളായിരുന്നു. അവിടെയൊക്കെ പോയി അവൻ ഒരുപാട് ഫണ്ടിങ് ക്യാപിറ്റൽ കപ്പാസിറ്റി ഉള്ള ബിസിനസ്സുകാരുമായി പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. ഹലോ. അവന്റെ കയ്യിൽ ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവന് അത് ഫോക്കസ് ആയിരുന്നു, അവന്റെ ടാർഗറ്റ് ആയിരുന്നു. ആ ടാർഗറ്റ് ഒരിക്കലും അവൻ ആരോടും പറഞ്ഞിട്ടില്ല. 6 വർഷം അവൻ ഈ പ്രൊജക്ട് ചെയ്തു കണ്ടിന്യൂസ് ആയി. അവന് വേണ്ട ഏറ്റവും പ്രീമിയം ബിസിനസ്സുകാരായ ഒരുപാട് ആളുകളുടെ പേഴ്സണൽ സർക്കിളിലേക്ക് അവൻ എത്തിപ്പെട്ടു. ഇപ്പോ അവരുടെ ഉള്ളിൽ അവൻ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. എന്താണത്? നോ മീ, ലൈക്ക് മീ, ട്രസ്റ്റ് മീ ആൻഡ് ബൈ എനിത്തിങ് ഫ്രം മീ. എന്നെ അറിയുക, എന്നെ ഇഷ്ടപ്പെടുക, എന്നെ വിശ്വസിക്കുക, എന്നിൽ നിന്ന് എന്തും വാങ്ങുക. അതാണ് സെല്ലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ സെല്ലിംഗ് സൈക്കോളജിയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഇന്റൻഷനലി പ്ലാൻ ചെയ്യുക. നമുക്ക് ആര് വേണം? അവരിലേക്ക് എങ്ങനെ എത്താം? അതിനെന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അവധിക്കാലം, ഐ റിപ്പീറ്റ്, ഇത് നമ്മുടെ ഹോട്ട് മാർക്കറ്റിംഗിന്റെ സീസൺ ആണ്. മാക്സിമം വർക്കൗട്ട് ചെയ്യുക, മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. കമ്മിങ് ഡേയ്സ് നമ്മുടെ സുരക്ഷയുടെ കാലമാണ്, റിച്ച്നെസിന്റെ കാലമാണ്. ആ റിച്ച്നെസ്സിലേക്ക് എത്തണമെങ്കിൽ ഇന്റൻഷനലായ പ്ലാനിങ് ഉണ്ടാവണം. എന്റെ പ്രതിസന്ധികൾ തീരണം എന്ന ചിന്തയിലല്ല, മറിച്ച് എന്റെ ഫ്യൂച്ചർ വളരെ പ്ലാൻ ഓറിയന്റഡ് ആയിരിക്കണം എന്നും, അതിന് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും വേണം. സ്വപ്നങ്ങളുള്ളവർ വിജയിക്കാത്തത്, ജീവിതത്തിൽ പലരും പരാജയപ്പെടുന്നതും വിജയിക്കാത്തതും സ്വപ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച്
അവർക്ക് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. ഐ റിപ്പീറ്റ്, പലരും വിജയിക്കാത്തത് സ്വപ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള സ്ട്രാറ്റജിക്കൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. ആ ആക്ഷൻ പ്ലാൻ വർക്കൗട്ട് ആവണം. ഓരോ മന്തെൻഡിലും അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തൽ, നമ്മൾ ഏതെങ്കിലും ഒരു EMI അടക്കാനുണ്ട് എങ്കിൽ മന്തെൻഡിന് മുൻപ് അതിന്റെ ചുമതലയുള്ള ആളുകൾ നിരന്തരമായി നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫോളോ അപ്പ് തന്നെയാണ് നമ്മളുടെ മേൽ നടത്തേണ്ട ഫോളോ അപ്പ്. ഈ മാസത്തെ എന്റെ ടാർഗറ്റ് ഒത്തോ? അത് ക്ലോസിംഗ് ടാർഗറ്റ് ആവാം, നെറ്റ്വർക്കിംഗ് ടാർഗറ്റ് ആവാം, പ്രോസ്പെക്റ്റിംഗ് ടാർഗറ്റ് ആവാം, കൺവിൻസിംഗ് ടാർഗറ്റ് ആവാം. അതിലൊക്കെ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവണം. ഈ മാസം എനിക്ക് 10 സെയിൽസ് നടത്തണം എന്ന് ടാർഗറ്റ് ചെയ്ത് ഈ മാസം 10 പ്രോസ്പെക്റ്റിംഗ് നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഐ റിപ്പീറ്റ്, ഈ വർഷം നമ്മൾ നടത്തുന്ന പ്രോസ്പെക്റ്റിംഗും കൺവിൻസിംഗുമായിരിക്കും ഒരുപക്ഷെ അടുത്ത മാസത്തെ നമ്മുടെ സെയിൽസ്. അപ്പൊ അടുത്ത മാസം നമ്മൾ നടന്ന പ്രോസ്പെക്റ്റിംഗും കൺവിൻസിംഗുമായിരിക്കും പിറ്റേത്തെ മാസം നമ്മൾ നടന്ന സെയിൽസ്. ഞാൻ ഇന്നലെ 1.5 ലക്ഷം രൂപയുടെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഒരു പ്രപ്പോസൽ ഒരു ടീമിൽ നിന്ന് വാങ്ങി. രാത്രി അത് വായിച്ചു നോക്കി. മെയ് 10 നടക്കുന്ന ഒരു ഇവന്റിലേക്ക് 500 പേരെ അവർക്ക് വേണം. അതാണ് അവരിൽ നിന്ന് കൊട്ടേഷൻ എടുക്കുവാനുള്ള കാരണം. അപ്പൊ അവരതിനെ phase 1, phase 2, phase 3. phase 1 ഇതിനെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ആ സമയത്ത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് 7 days. ആ 7 days അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഒരു ഇവന്റ് അറിയിക്കുക, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണത്? അവർക്ക് സ്വയം ചിന്തിക്കുവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഒരിക്കലും ഒരാൾ ഒരു ഓൺലൈൻ പേയ്മെന്റ് കണ്ട ഉടനെ കേട്ട ഉടനെ ഡയറക്റ്റ് ചെയ്യില്ല. അവർക്കത് കേൾക്കുവാൻ, ചിന്തിക്കുവാൻ, അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് ആലോചിക്കുവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. എങ്കിലേ അവർക്ക് കൺവിൻസിങ് ആവാനുള്ള സമയം ലഭിക്കൂ. അപ്പോഴേ അത് ക്ലോസിംഗിലേക്ക് എത്തൂ. അവർ 3 സ്റ്റെപ്പായിട്ട് അതിനെടുത്തു. 3ാമത്തെ സ്റ്റെപ്പ് അവസാനിക്കുന്നത് മെയ് 5-നാണ്. അപ്പോഴാണ് മെയ് 10 ഇവന്റിലേക്ക് അവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുക. നമുക്കും ഇതുപോലെ ഈ മാസത്തെ പ്രോസ്പെക്റ്റിംഗ് ടാർഗറ്റ്, ഈ മാസത്തെ കൺവിൻസിംഗ് ടാർഗറ്റ്, ഈ മാസത്തെ ഫോളോ അപ്പ് ടാർഗറ്റ്, ഈ മാസത്തെ ക്ലോസിംഗ് ടാർഗറ്റ്, പ്രോസ്പെക്റ്റിംഗ് ടാർഗറ്റ് ഉള്ള അതേ മാസം തന്നെ നമ്മൾ അവരുടെ ക്ലോസിംഗ് ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്യരുത്. ഈ കഴിഞ്ഞ മാസത്തെ പ്രോസ്പെക്റ്റിങ്ങിനെ ക്ലോസ് ചെയ്യാനുള്ള സമയമായി നമ്മൾ ഈ മാസം ഉപയോഗിക്കുക. ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്ലാനും ആക്ഷൻ പ്ലാനുമായി മുന്നോട്ട് പോവുക. വിജയം തീർച്ചയായും നമ്മുടെ കൂടെയായിരിക്കും. താങ്ക് യു ഓൾ.